ഹായ്. അപ്പോൾ ദാ വെളുപ്പിന് 3:30 ആയപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ? കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മൾ ഇന്ത്യൻ റോഡ് നാഷണൽസിന് വേണ്ടിയിട്ട് കേരളയെ റെപ്രസെൻ്റ് ചെയ്ത് ഒറീസയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മത്സരം. നമ്മുടെ ഫ്ലൈറ്റ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈദരാബാദിലായിരുന്നു 3 മണിക്കൂർ ലേ ഓവർ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഫ്ലൈറ്റ് കയറി. അപ്പോൾ ഞങ്ങൾ ബസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഓടിപ്പോയാണ് ബസ്സിൽ കയറിയത്. പിന്നെ ബസ്സിൽ കയറി നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്നിടത്തോട്ട് ചെന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഇതിനകത്താണെങ്കിൽ കയറിയപ്പോൾ തൊട്ട് ഇങ്ങനെ പുക വരും. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. 2 തവണ കയറിയപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മുകളിൽ പകൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, രാത്രിയിൽ 1 തവണ കയറിയിട്ടുള്ളൂ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്ക് സെൻട്രൽ സീറ്റായിരുന്നു. പിന്നെ രാവിലെ കയറിയതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ എയർപോർട്ട്. 5500 ഏക്കർ എന്തോ ഉണ്ട് ഈ എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഞ്ച് ആക്സസ് ഉള്ള കാറിൻ്റെയൊക്കെ ആയിട്ടായിരുന്നു പോയത്, നേരത്തെ കരുതി കൂട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇഷ്ടം പോലെ ഫുഡ് എടുത്ത് കഴിക്കാമായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് കഴിച്ച് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പ് എടുത്ത് കഴിച്ച്. പിന്നെ നമ്മൾ 3 മണിക്കൂർ അവിടെ ലേ ഓവർ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഈ എയർപോർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. 3 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ ഒറീസയിൽ ഭുവനേശ്വറിലായിരുന്നു നമ്മളടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റിന് ചെക്കിനെല്ലാം ചെയ്ത്. അപ്പം പലരും പല ഗേറ്റ് വഴിയായിരുന്നു കയറുന്നത്. ഇവിടെയാണ് ഞാൻ തന്നെ ആയിപ്പോയി. പിന്നെ ഞാൻ തന്നെ പോയി അതിലുമ്പോഴെല്ലാം കയറി. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇത്തവണ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പുറത്തോട്ടെല്ലാം നോക്കിയിരുന്നു. പിന്നെ ഇത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, ഞാനാണെങ്കിൽ കുറേ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലായിരുന്നു. കാഴ്ചകളെല്ലാം കണ്ട് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട് നമ്മൾ ഭുവനേശ്വർ എത്തി. പിന്നെ അവിടുന്ന് നമുക്ക് ഒരു 50 കിലോമീറ്ററിൻ്റെ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ലഗേജും എല്ലാം അവിടെ തന്നെ ഒന്ന് കളക്ട് ചെയ്ത് പിന്നെ പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് ഏറ്റവും വലിയ കോമഡി. വണ്ടി വിളിക്കാൻ പോയിട്ട് നമ്മൾക്ക് വണ്ടി കിട്ടി, പക്ഷേ ലഗേജ് കയറ്റുന്നതിൻ്റെ കാര്യത്തിൽ അവിടെ കിടന്ന അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെയുള്ള ഡ്രൈവർമാർ. പിന്നെ എങ്ങനെയൊക്കെയോ സൈക്കിള് കയറ്റി. അപ്പോൾ ഇവിടുന്ന് പൂരിയിലേക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഇനിയും പൂരിയിൽ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവണം. നാഷണൽസിൻ്റെ വീഡിയോസും എല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ പിന്നെ കാണാം.